ഗുജറാത്തിലെ ഏകതാ പ്രതിമയ്ക്ക് ശേഷം നരേന്ദ്രമോദിയുടെ മറ്റൊരു ദീർഘവീക്ഷണം കൂടി ലക്ഷ്യം കാണുകയാണ്. ചില ദീർഘവീക്ഷണങ്ങൾ അത് ഫലപ്രാപ്തിയിലെത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കഴിഞ്ഞ് ആരും ഉള്ളൂ എന്ന് തന്നെ പറയേണ്ടി വരും. രാമക്ഷേത്രം അതും അത്തരത്തിലൊരു തീരുമാനമാണ്. ടൂറിസം രംഗത്ത് വിപ്ലവകരമായ നേട്ടം കൈവരിക്കാൻ ഉത്തർപ്രദേശ് ഒരുങ്ങുമ്പോൾ ആ കാര്യത്തിൽ അത്തരമൊരു നേട്ടം ടൂറിസം രംഗത്ത് ഉത്തർപ്രദേശിന് ലഭിക്കുന്നതിന്റെ പിന്നിൽ രാമക്ഷേത്രം തന്നെയാണ്. സംസ്ഥാനത്താകമാനം 100 കോടി വിനോദസഞ്ചാരികൾ ഇപ്പോൾ സന്ദർശനം നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ഇത് സാമ്പത്തിക സ്രോതസ്സിൽ 3 ലക്ഷം കോടി രൂപയുടെ വരുമാനം സൃഷ്ടിക്കുമെന്ന് കരുതുന്നതായും ഉത്തർപ്രദേശ് ജൽശക്തി നമാമി ഗംഗ മന്ത്രി സ്വതന്ത്ര ദേവ് സിംഗ് പറയുന്നു. രാംജാംഗി ക്ഷേത്ര ട്രസ്റ്റ് നിർമ്മിക്കുന്ന 180 അടി ഉയരമുള്ള ഒരു ശിവക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ വിവിധ ആരാധനാലയങ്ങളിലെ വികസനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും നേതൃത്വത്തിൽ കാതലായ നടപടികളാണ് ഇതുവരെ സ്വീകരിച്ചത്. ഇത് ടൂറിസത്തിലെ കുതിച്ചുചാട്ടത്തിന് കാരണമായി എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതുവരെ 60 കോടി വിനോദസഞ്ചാരികൾ സംസ്ഥാനം സന്ദർശിച്ചു. കൂടാതെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ ഏകദേശം 45 കോടി സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രണ്ട് കണക്കുകളോടെ ഉത്തർപ്രദേശ് 100 കോടി വിനോദസഞ്ചാരികളെ മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ സംസ്ഥാനത്ത് മതത്തിനും സുരക്ഷയ്ക്കുമുള്ള ജനവികാരത്തിന്റെ മാറ്റത്തെക്കുറിച്ചും മന്ത്രി എടുത്തു പറഞ്ഞു. സനാതന ധർമ്മത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം വളരെയധികം വളർന്നു, കാര്യമായ സാമൂഹിക മാറ്റങ്ങൾ സൃഷ്ടിച്ചു. പെൺകുഞ്ഞുങ്ങൾക്ക് ഇന്ന് അർദ്ധരാത്രിയിൽ അമ്മമാരോടൊപ്പം ഭയമില്ലാതെ വീട്ടിലേക്ക് മടങ്ങാൻ സാധിക്കുന്നു. നേരത്തെ ആളുകൾ രാത്രിയിൽ ഹരിദ്വാറിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും സുഖമായി കാശി, അയോധ്യ, വൃന്ദാവനം എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്യാമെന്നും സന്ദർശിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഏകതാ പ്രതിമ സ്ഥാപിച്ചതിന് ഏറെ പഴികേട്ട ഒരു വ്യക്തിയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ വർഷങ്ങളിൽ ഏകതാ പ്രതിമ സന്ദർശിക്കാൻ എത്തിയത് ഏകദേശം 1.6 കോടി സന്ദർശകർക്കും ഇതേ എന്ന് പറയുമ്പോൾ അവിടെയും പ്രകടമാകുന്നത് നരേന്ദ്രമോദി എന്ന നേതാവിന്റെ ദീർഘവീക്ഷണമാണ്. കൊറോണ നാശം വിതച്ച 2020 ഒഴികെ മറ്റെല്ലാ വർഷങ്ങളിലും സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ എത്തിയവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. സർദാർ പട്ടേലിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്ടോബർ 31 നടത്തുന്ന ഒരു വാർഷിക സന്ദർശനമാണ് ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ അതിന്റെ പദവി കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നത്. ഗുജറാത്തിലെ കെവാഡിയയിൽ ഗംഭീരമായ സർദാർ സരോവർ അണക്കെട്ടിന്റെ തീരത്താണ് ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. 2018 ഒക്ടോബർ 31 പട്ടേലിന്റെ 143ാം ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉദ്ഘാടനം ചെയ്തത്. സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷമുള്ള ആദ്യ 2 മാസങ്ങളിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സന്ദർശിക്കാൻ എത്തിയത് 4,53,020 പേരാണ്. തുടർന്ന് 2019 അത് 27 ലക്ഷമായി. 2020 സഞ്ചാര നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും ഏകദേശം 13 ലക്ഷം വിനോദസഞ്ചാരികൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് ഒഴുകിയെത്തി. ചരിത്രം കുറിച്ച ഭാരതത്തിന്റെ ഏകതാ പ്രതിമ കോടികൾ വാരുമ്പോൾ നന്ദി പറയേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായ ഏകതാ പ്രതിമ 34 മാസത്തെ തുടർച്ചയായ ജോലിക്കൊടുവിലാണ് ലോകത്തിന് സമർപ്പിച്ചത്. പത്മഭൂഷൺ രാംവി സുധർ ആണ് പ്രതിമയുടെ ശില്പി. പ്രതിമയെ 5 ഭാഗമായാണ് വിഭജിച്ചിരിക്കുന്നത്. പ്രതിമയുടെ കണങ്കാൽ വരെയുള്ള ഭാഗമാണ് 1ാമത്തെ സോൺ. പ്രദർശന മേഖല, മധ്യഭാഗത്തെ നില, മേൽഭാഗം എന്നിങ്ങനെ 3 പ്രധാന ഭാഗങ്ങളാണ് പ്രതിമയ്ക്കുള്ളത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഏകതാ പ്രതിമയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് റെക്കോർഡ് വേഗത്തിലാണ്. 2013 ഒക്ടോബർ 31 പ്രതിമയുടെ ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിച്ചത്. നർമ്മദ അണക്കെട്ടിന് സമീപം നിർമ്മിച്ച എഞ്ചിനീയറിംഗ് അത്ഭുതം എന്നതിനപ്പുറം ചുരുങ്ങിയ കാലമെടുത്ത് പൂർത്തിയാക്കി എന്നതാണ് സവിശേഷത. ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഇരട്ടിപ്പൊക്കമാണ് ഏകതാ പ്രതിമയ്ക്കുള്ളത്. 182 മീറ്റർ ഉയരമുള്ള ശില്പത്തിന്റെ നിർമ്മാണം 33 മാസം കൊണ്ട് പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മികവ് എത്രത്തോളമാണ് എന്ന് മാറ്റി പറയേണ്ടതില്ല. ചൈനയുടെ പ്രമുഖ നിർമ്മിതിയായ ബുദ്ധ സ്റ്റാച്യുവിന്റെ നിർമ്മാണത്തിന് വേണ്ടി വന്നത് 11 വർഷമാണ്. 1700 ടൺ വെങ്കലമാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. കോൺക്രീറ്റ് സിമന്റിന് പുറമെ റീഇൻഫോഴ്സ്ഡ് സ്റ്റീൽ ഉൾപ്പെടെ ആധുനിക നിർമ്മാണ സാമഗ്രികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിർമ്മാണ ചെലവ് 2,989 കോടി രൂപ. പ്രമുഖ കമ്പനിയായ എലാന്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. ശില്പത്തിന് താഴെയായി 72 അടി ഉയരമുള്ള മ്യൂസിയമാണുള്ളത്. 4,647 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചരിത്രം പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. രാജ്യത്തെ ഗ്രാമങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണും ഇരുമ്പും കൊണ്ട് നിർമ്മിച്ച ഏകതാ ഭിത്തി, 128 മുറികളുള്ള ത്രിനക്ഷത്ര ഹോട്ടലായ ശ്രേഷ്ഠ ഭാരത് ഭവൻ എന്നിവയും ശില്പത്തിന് സമീപമുണ്ട്. ശില്പത്തിന്റെ നെഞ്ചൊപ്പം ലിഫ്റ്റ് ഉപയോഗിച്ച് ചെന്നെത്തുന്നത് 200 പേർക്കുള്ള സന്ദർശക ഗ്യാലറിയിലേക്കാണ്. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനെ പോലെ അതിജീവിക്കാൻ കഴിയുന്ന വിധമാണ് പ്രതിമയുടെ നിർമ്മാണ രീതി. 6.5 രേഖപ്പെടുത്തുന്ന ഭൂചലനത്തെ പോലും പ്രതിരോധിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുമുണ്ട്. ചൈനയിലെ 153 മീറ്റർ ഉയരമുള്ള ബുദ്ധപ്രതിമയും ബ്രസീലിലെ ക്രിസ്തു പ്രതിമയും അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രതിമയും ഒക്കെ ഉയരത്തിൽ പിന്തള്ളിയാണ് ഏകതാ പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ എന്ന സ്ഥാനം സ്വന്തമാക്കിയത്.
പക്ഷികൾക്ക് കാഷ്ടിക്കാൻ ഒരു പ്രതിമ കൂടി എന്നൊക്കെ പലരും ഏകതാ പ്രതിമ നിർമ്മിച്ച സമയത്ത് വിമർശിച്ചിരുന്നു. ആ പ്രതിമ രാജ്യത്തിന് സാമ്പത്തിക ബാധ്യതയാക്കാവുന്ന കേവലം ഒരു നിർമ്മിതി മാത്രമാണെന്ന വാദങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രതിമ സ്ഥാപിച്ചതിന് പിന്നിൽ നരേന്ദ്രമോദിക്ക് കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. പിരമിഡുകളുടെ പേരിൽ ഈജിപ്തിനെ ലോകം അറിയുന്നത് പോലെ ഇന്ത്യയുടെ മേൽവിലാസമായി താജ്മഹലിനൊപ്പം പട്ടേൽ പ്രതിമ കൂടി ഉണ്ടാവട്ടെ എന്നായിരിക്കാം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ ചിന്തിച്ചിട്ടുണ്ടാകുക. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്കും. സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രിക്ക് ഒരു സ്മാരകം എന്നതിനപ്പുറം ആ പ്രതിമ നിൽക്കുന്ന പ്രദേശത്തെ സ്വദേശികൾക്കും വിദേശികൾക്കും ആകർഷണീയമായ വിനോദസഞ്ചാര കേന്ദ്രമാക്കുകയും അതുവഴി വലിയൊരു വരുമാന സ്രോതസ് സൃഷ്ടിക്കുകയുമാണ് മോദി ലക്ഷ്യമിട്ടത്. അതിനായി ഒട്ടേറെ പദ്ധതികളും പ്രതിമയോടനുബന്ധിച്ചൊരുക്കി. എന്തായാലും ലക്ഷ്യം തെറ്റിയില്ല. 2023-ന്റെയും 2024-ന്റെയും അവസാന ദിവസങ്ങളിലും ഇനി വരാൻ പോകുന്ന പുതുവത്സര ദിനത്തിലും ഉൾപ്പെടെ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ്. കോടികളുടെ വരുമാനമാണ് ഇതിലൂടെ ലഭിച്ചതും. മലയാളികളുടേതുൾപ്പെടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും ഇപ്പോൾ പട്ടേൽ പ്രതിമയുടെ പശ്ചാത്തലത്തിലുള്ള സെൽഫികളും നിറയുകയാണ്. ടൂറിസം രംഗത്ത് ലോകരാജ്യങ്ങളുമായി മത്സരിക്കാൻ ഇറങ്ങിയ ഇന്ത്യയുടെ വലിയ ചുവടുവയ്പ്പാണ് ഏകതാ നഗറിലെ പട്ടേൽ പ്രതിമ. കഴിഞ്ഞ വർഷങ്ങളിൽ ഏകതാ നഗറിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ലോക നിലവാരത്തിലേക്ക് ഇന്ത്യയുടെ ടൂറിസം മേഖല വളരുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.